ഹലോ മൈ ഗൈസ്, ഇന്നത്തെ പരിപാടി തലവട്ടലാണ്. ഈ മുതലിനെയും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് തലവട്ടം പോകുന്നത്. ഇതാണ് എന്റെ ഏട്ടന്റെ ഒരേ ഒരു സന്തതി. എന്റെ വീട്ടിൽ എന്റെ പോലെ ഒരു പണിക്കും പോകാത്ത ഒരു മുതലാണത്. അതിന്റെ അഹങ്കാരം ഒന്നും വിളിക്കില്ല. ഇവളുടെ അടുത്താണ് ഞാൻ അറിയേണ്ട മുടിവട്ടം കൊണ്ടുപോകുന്ന പറയുകയും ചെയ്തു. ഇവളാണെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചോദിക്കാൻ തുടങ്ങി. പിന്നെ അത് കേൾക്കാൻ വയ്യാണ്ട് ഞാൻ പിന്നെ അവളെയും കൂട്ടി ഇറങ്ങി. പിന്നെ ഒരു സ്ഥലത്തേക്ക് 3 പേരായിട്ട് പോയി മൂഞ്ചുന്നുള്ള. അപ്പൊ പിന്നെ ഞങ്ങൾ 2 പേര് മാത്രമല്ല, എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. ഇവനെ വിളിക്കുക ഒരു കാരണമുണ്ട്. ഇവൻ നമ്മളുടെ അത്ര ബുദ്ധിയുള്ളൂ. പിന്നെ എല്ലാവർക്കും എന്നെ പോലെ ബുദ്ധി കൊടുക്കില്ലല്ലോ. ഇവന് തന്ത വയസ്സാണെങ്കിലും പിള്ള മനസ്സ്. റോഡിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. ഇവിടെ അവിടെ എത്തുമ്പോഴേക്കും കരിഞ്ഞ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ മുടിവെട്ടുന്ന കട. ഇവിടെ ബംഗാളികളാണ് മുടിവെട്ട്. നമ്മുടെ സോനു ബൈക്ക് ഞാൻ ഈ ഒരു ഫോട്ടോ കാണിച്ചെടുത്ത് ഇതുപോലെ വെട്ടണം. സോനു ബൈ മുടിവെട്ടുന്നുണ്ട് വിളാക വിഷമത്തിൽ. അപ്പോഴേക്കും സോനു ബൈ എന്നെ പൊതിപ്പിച്ചു. സോനു ബൈന്റെ കലാവിരുദ്ധകൾ ചെക്കിന് പൊണ്ണടിക്കാറായി. എന്നാലും ക്യൂട്ട്നെസിന് ഒരു കുറവ്. എല്ലാവരും തെറ്റിയിരിക്കേണ്ടത്. ഇത് നമ്മുടെ ഈ കടയിൽ പണിക്കുന്ന ബംഗാളിയല്ല. എന്റെ കൂടെ മുടിവെട്ടം വന്ന എന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ സോനു ബൈ തന്റെ 18 പോലെ എന്റെ തലയിൽ ഇറക്കി. അതാണ് ഈ കാണുന്നത്. അവിടെ പൈസ കൊടുത്തപ്പോഴാണ് അടുത്തൊരു ഡിസ്ട്രിക്ട്. വിശപ്പില്ലാത്ത കുട്ടിക്ക് വിശപ്പുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചവനാണ് അവൻ. പിന്നെ ഇവർക്ക് ചായ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ ഒരു ബേക്കറി കൊണ്ട് നിർത്തി. ഇവനാണെങ്കിൽ വല്ല ചാക്ക് എടുത്തിട്ട് പോണ പോലെയാണ് അവളെ എടുത്തിട്ട് പോകുന്നത്. 100 രൂപ മുടിവെട്ടം വേണ്ടി ഇവന് കൂട്ടിയിട്ട് വന്നപ്പോൾ എനിക്ക് ചിലവായത് 250 രൂപയാണ്. അതിന്റെ ഒരു വിഷമം ഇവർക്ക്. അതിന്റെ വിഷമം തീർക്കാൻ ഞാൻ അവളുടെ കയ്യിലുള്ള പപ്സ് ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെ സഹായം കൊണ്ട് പപ്സ് കഴിച്ച് കഴിയുമ്പോഴേക്കും അവള് പപ്സി കുളിച്ചു. ഇവന്റെ അടുത്ത് ഞാൻ അറിയാണ്ട് അവളൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. അതാണ് ഈ കാണുന്നത്. നമ്മൾ പിന്നെ 3 ആളും കൂടി അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലേക്ക് പോണ വഴി ഒരുത്തം പെട്രോൾ കഴിഞ്ഞ് നിൽക്കുന്നു. നമ്മൾ പിന്നെ സാമൂഹ്യ പ്രവർത്തനം ആയതുകൊണ്ട് അവനെയും കൊണ്ട് പോയി. നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾക്ക് എത്തുന്നു. അപ്പൊ ശരി എന്നാ.